നമസ്കാരം. VMTV ന്യൂസ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോട് ഇഞ്ച് എന്ന് പറയുന്ന റോഡ് ഷോ പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല പല സ്ഥലങ്ങൾ, പല പല മുഖങ്ങൾ, പല പല ചോദ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയൊരു ടീമുണ്ട്. എല്ലാവരും ഓടിച്ച് പരിചയപ്പെടാം, അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ. നമസ്കാരം. സുഖമായിരിക്കുന്നോ? ഹാപ്പി ആണല്ലോടാ? ഹാപ്പി. ആ ചിരി കണ്ടാൽ അറിയാലോ ഹാപ്പി ആണെന്നുള്ളത്. എന്താ പഠനം എന്താണ്? എവിടെയാണത്? തമ്പാനൂരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഹാപ്പിയാണ്. അടിപൊളി. പേര്? ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? പേര്? എവിടെ? സ്ഥലം എവിടെയാണ്? വെള്ളറട. അഖിൽ. എവിടെയാ സ്ഥലം? വെള്ളറട. പേരെന്താണ്? മെസ്സി. ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാണ്? നന്ദഗോപാൽ മാരാറാണോ? ശരി. എവിടെയാ സ്ഥലം? എവിടെ? കാട്ടാക്കടയിലാണ്. ഇന്ന് രാവിലെ ഏത് ക്ഷേത്രത്തിൽ പോയി? കാട്ടാക്കട. ഏത് ക്ഷേത്രമാണ്? ഏത് ദേവി ക്ഷേത്രമാണ്? വീട്ടിന്റെ അടുത്ത് തന്നെയാണോ? എന്നും ഡെയിലി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടൊക്കെ ഇറങ്ങുള്ളൂ? സമയം കിട്ടുമ്പോ പോകും. ഓക്കെ. കാട്ടാക്കട. ഓക്കെ. പേരെന്താണ്? അലൻ. എവിടെയാണ് സ്ഥലം? പാറശാല. ശരി. ഇതിൽ പാട്ട് പാടുന്ന ആരും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. പാടും. അതെന്താ എല്ലാരും കൂടി പുള്ളിക്കാരന്റെ പേര് പറയാൻ കാരണം? എങ്ങനെ? അതാ ശരി. ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ശരി. ഓക്കെ. പഠിത്തമൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. എത്ര മണിക്ക് എത്തി ഇവിടെ? രാവിലെ ഒരു 10 മണി. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലേ? 1.5 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. 1.5 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ 1.5 മണിക്കൂറുള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവര് ഇങ്ങനെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ കൈ അങ്ങ് പെട്ടത്. ഓക്കെ. നിങ്ങൾ വന്നിരിക്കുന്നത് VMTV ന്യൂസ് ചാനലിൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് ഇഞ്ചോട് ഇഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ചോദിക്കുന്നത് 10 GK ഒന്നുമല്ല കേട്ടോ. ഫണ്ണി ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്കുള്ളതാണ് സമ്മാനം. ഓക്കെ. ഒരു ടീമൊന്നല്ല, ഇവിടെ ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ മത്സരിക്കാം. റെഡിയാണല്ലോ? എന്താ എല്ലാവരും ഒരു അഹങ്കാരത്തോടെ നിൽക്കുന്നത്? ഇല്ലല്ലോ, ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക, കൂളായിട്ട് നിൽക്കുക. ശരി. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മുഖങ്ങളൊക്കെ തന്നെയായിരിക്കും. ഞാൻ ആദ്യം ചോദിച്ചു ക്ലാസ് കട്ട് ചെയ്തിട്ടാണോ വന്നത്, പക്ഷേ അവർ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്തിട്ടല്ല, കൃത്യമായിട്ട് 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. നല്ല സ്റ്റുഡൻസ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. 10 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചിട്ട് ഉത്തരം ആലോചിച്ച് പറഞ്ഞാൽ മതി. ചിലപ്പോൾ നിങ്ങൾ മുന്നേ എവിടെയെങ്കിലും കുസൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ. ആദ്യത്തെ ചോദ്യം. ഒരു കിണറിന് 2 പാലം, അതായത് 2 കിണറിന് ഒരു പാലം എന്താണ്? 2 കിണറിന് ഒരു ഇതൊക്കെ കുസൃതി ഉണ്ടാകും, ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള കടങ്കഥകൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. 2 കിണറിന് ഒരു പാലം. ഒരു തരം, 2 തരം, 3 തരം. റൈറ്റ് ആൻസർ. നല്ലൊരു ഐഡിയ കൊടുക്ക്. 2 കിണറിന് ഒരു പാലം. പറഞ്ഞിരിക്കുന്നത് മൂക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂക്ക് എന്നുള്ളത് റൈറ്റ് ആൻസർ ആണ്. നമ്മുടെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പോൾ ഒരു പോയിന്റായേ. പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? കാക്ക കുസൃതിയാണേ. എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോ. കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാണ്. കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം കുസൃതിയാണേ. ആ രീതിയിൽ എടുത്താൽ മതി. കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം സംഗതി കുസൃതിയാണ്. ആ രീതിയിൽ എടുത്താൽ മതി. കാക്കയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇങ്ങനെ വന്നിട്ട് കാക്ക പറന്ന് വന്നിട്ട് ആ ഇംഗ്ലീഷ് അക്ഷരത്തിന് മുകളിൽ ഇരിക്കുന്നതൊന്നുമല്ല. കാക്കയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ഥലം അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് കാക്കയെ കൂടുതലായിട്ടും കാണുന്നതും. ഇംഗ്ലീഷ് അക്ഷരമാണ് സി. കാക്ക ഇരിക്കുന്ന. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ടോ, എൻ്റെ അപ്പം പറ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഇല്ല. ഇംഗ്ലീഷ് അക്ഷരം എച്ച്. നമ്മൾ പറയില്ലേ എച്ചിൽ പൊതുവെ പറയുന്നില്ലേ കാക്ക കൂടുതലായിട്ട്. ഞാൻ പറയുന്നത് കുസൃതിയാണ്. ഇത് ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടൂല. അതൊക്കെ വീട്ടിൽ നിന്നുണ്ടാകുന്ന ചോദ്യമാണ്. ഓക്കെ. അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് പോണേ. വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏതാണ്? ഷാംപൂ. റൈറ്റ് ആൻസർ. നല്ല കാര്യം എടുക്കും ഉഷാറായിട്ട്. വെള്ളത്തിൽ അലിയുന്ന പൂ ഷാംപൂ. അപ്പോൾ ഓരോ പോയിന്റായി. അടുത്ത 4ാമത്തെ ചോദ്യം. അച്ഛൻ വന്നു എന്നർത്ഥം വരുന്ന ഫ്രൂട്ട് ഏതാണ്? പപ്പായ. റൈറ്റ് ആൻസർ. പപ്പായ. കയ്യടി പോരാട്ടോ. അതായത് നിങ്ങളുടെ ടീമിൽ ആരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? പപ്പായ. ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതൊന്നും ശരിക്കൊന്നും ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. ഷർട്ടിൽ ചായ വീണാൽ എന്ത് പറയും? കുസൃതിയാണ്. ഷർട്ടിൽ ചായ. ടീഷർട്ട്. റൈറ്റ് ആൻസർ. ടീഷർട്ട്. ഓക്കെ. 6ാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
അച്ചാറിൽ ഇടാറുണ്ട്, പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല. എന്താണ്? സ്പൂണ്. സൂപ്പർ ആട്ടോ. സ്പൂണ്, റൈറ്റ് ആൻസർ. സ്പൂണ്. അതായത് അച്ചാറിൽ ഇട്ട് കഴിഞ്ഞാലും അധികം കഴിക്കാൻ പറ്റാത്തത് എന്താണ്? സ്പൂണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണേ. ഏഴാമത്തെ ചോദ്യം, മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായിട്ടുള്ള എന്താണ്? ബ്രാഞ്ചസ്. റൈറ്റ് ആൻസർ. ബ്രാഞ്ചസ്. എന്താ പറഞ്ഞത് നിങ്ങൾ ഇനി നേരത്തെ പുള്ളിക്കാരനെ കുറിച്ച്? അവൻ ഉത്തരം പറയില്ലെന്നല്ലേ പറഞ്ഞ. അടുത്ത ചോദ്യം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. എന്താണ്? നിങ്ങൾക്ക് മുന്നിലുണ്ട്, നിങ്ങൾ നമുക്ക് കണ്ടുകൂടെ? നമുക്ക് നിങ്ങൾക്ക് മുന്നിലുണ്ട് പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പൊതുവേ നമ്മൾ പറയും നമുക്ക് അതാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആത്മാവോ? കാറ്റ്. കാറ്റ് നമ്മുടെ സ്വന്തമാണത്. അത് നമ്മുടെ സ്വന്തമാണ്. അല്ല, നമുക്ക് കാണാൻ പറ്റൂലേ? മീൻസ് കണ്ണാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ചിലപ്പോൾ ഇത് എന്താ പറയുക, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ സഹായം തേടാറുണ്ട്. നമ്മുടെ ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഫണ്ണിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി എത്ര തെറി വരുമെന്ന് അറിയാം എന്തൊക്കെ ചോദ്യമാണെന്നും പറഞ്ഞിട്ട്. നമുക്ക് മുന്നിൽ ഇതെന്താണ്, നമ്മുടേത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് ചില ആൾക്കാരെ കാണാൻ പോകാറുണ്ട്. റൈറ്റ് ആൻസർ. ഭാവി. റൈറ്റ് ആൻസർ. നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ഇത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യമാണേ. തീരാൻ പോകുന്നു. അതായത് ഇതൊരു വാക്കാണ്. ഓക്കെ, മലയാളത്തിലെ ഒരു വാക്ക്, അക്ഷരമല്ല വാക്കാണ്. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷാണ്, കുസൃതിയാണ് ഇംഗ്ലീഷും. രണ്ടാമത്തെ അക്ഷരം നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അവസാനത്തെ അക്ഷരം ഹിന്ദിയുമാണ്. ഇത് ചില ആൾക്കാർ കഴിക്കാറുണ്ട്, ചില ആൾക്കാർ മിക്കവാറും ആൾക്കാർ ഇത് കഴിക്കും. അതായത് ഇതൊരു വാക്ക്, മലയാളത്തിൽ പൊതുവെ പറയുന്നൊരു വാക്ക്. ഈ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. കുസൃതിയായിട്ട് കൂട്ടിയാൽ മതി, വീണ്ടും ഞാൻ പറയുന്നു, ഇംഗ്ലീഷ്. രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗമാണ്. ഓക്കെ, മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഹിന്ദിയാണ്, ഹിന്ദീൻ്റെ ഒരു വാക്കായിട്ട് വരും. ഇത് മൂന്നും ചേർന്നാൽ ചില ആൾക്കാർ ഇത് കഴിക്കുകയും ചെയ്യും. എന്താണ്? അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന കൊച്ചു കള്ള കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കണ്ട കേട്ടോ. ഉച്ചയ്ക്ക് നല്ല വിശപ്പുള്ള സമയത്ത് കഴിക്കുന്ന ആ സംഭവം ചിന്തിക്കേണ്ട. പക്ഷേ നമ്മൾ പൊതുവേ ഉപ്പ് കഴിക്കാൻ പറ്റും, ഉപ്പൊക്കെ കഴിക്കാം അല്ലേ? നമ്മൾ കറിയിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഉപ്പൊക്കെ കഴിക്കാം. അതാ ഞാൻ പറഞ്ഞത്, കഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ തിന്നുന്ന ഒരു സംഭവമായിട്ടേ കൂട്ടണ്ട, ഭാവിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ആദ്യത്തത് ഇംഗ്ലീഷ്, രണ്ടാമത്തത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം, മൂന്നാമത്തത് ഹിന്ദി. മിക്കവാറും ചില ആൾക്കാർ കഴിക്കും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷായിട്ട് തന്നെ വരണം എന്നില്ല, അതും കൂടി മൊത്തം കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ ചില ആൾക്കാർ നമ്മുടെ കൂട്ടമായിട്ട് ഈ ഒരു ഇതിൽ പോകാറുണ്ട്. ഇതൊരു ഭയങ്കര ഒരു ആഘോഷമാണ്, സന്തോഷമാണ്, ഹാപ്പി മൂമെൻ്റാണ്, എല്ലാം കൂടി സുന്ദരമാണ്. ഇപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സംഭവം ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടാവും. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ പറ? അറിയത്തില്ല. കഴിക്കുന്ന പറയുമ്പോൾ എല്ലാവരും ഈ തിന്നുന്ന ഒരു സംഭവത്തിലേക്ക് അങ്ങനെ ഒരു പോയിന്റ് വെച്ചോണ്ടായിരിക്കാം. ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് വിവാഹം. വിവാഹം ചേർന്നു. ഇത് കഴിക്കാൻ പറ്റില്ല, ചില ആൾക്കാർ ഇത് കഴിക്കാറില്ലേ? വിവാഹം അതൊന്നും പറയരുത് ആൾക്കാർ. ശരി, വിവാഹം എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ ഈ ടീമിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. പേര് പറ. അൻസുൽ. സുഖായിരിക്കുന്ന? നല്ല കൈയ്യടിക്ക് അൻസുലിന് എല്ലാവരും കൂടെ. അൻസുലാണ് ഇന്നത്തെ താരം, ഇഞ്ചോടിഞ്ചിന്റെ താരം നമ്മുടെ പ്രിയപ്പെട്ട അൻസുലാണ്. രാവിലെ വന്നപ്പോ എന്ത് പ്രാർത്ഥിച്ച്? സമ്മാനം കിട്ടണം. ഇന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കണേന്ന് അല്ലേ? വെരി ഗുഡ്. അപ്പൊ അൻസുലിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സമ്മാനമാണ് VMTV ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. ഇതാ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. നല്ല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. VMTV ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓല നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെയാണ് ഇപ്പോൾ മത്സരിച്ചത്. അപ്പോൾ ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അതിനു മുമ്പേ VMTV ന്യൂസ് ചാനലും അതുപോലെ തന്നെ വിഘ്നേശ്വര TVയും നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം